ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനിയന്മാരെ, അനീത്യമാരെ, ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. ആ സുവിശേഷത്തിൽ വലിയ ഒരു ജനക്കൂട്ടത്തെ പറ്റി പറയുന്നുണ്ട്. ഈശോയുടെ ചുറ്റും തിക്കി കൂട്ടിയ ഒരു ജനക്കൂട്ടം. പിന്നെ 12 ശിഷ്യന്മാരെ പറ്റി പറയുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, നമ്മൾ ഈശോയുടെ ഫാൻസാണോ ഫോളോവേഴ്സാണോ? ഈശോയുടെ ഫാൻസാണോ ഫോളോവേഴ്സാണോ? ഫോളോവേഴ്സാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ചാടി പറഞ്ഞല്ലോ നിങ്ങൾ ഫോളോവേഴ്സാണ്. എന്തുകൊണ്ടാണ് ഫോളോവേഴ്സ് എന്ന് പറയാൻ കാര്യം? അവളാണ് ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഫോളോവർ എന്ന് പറയാൻ കാര്യം? ഫാനല്ല എന്ന് മനസ്സിലായി അല്ലേ? ഫാനല്ല എന്ന് പറയാൻ കാര്യം എന്താണ്? ഫാൻസിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ആരുടെങ്കിലൊക്കെ ഫാൻസാണോ? ആണോ? ആരുടെ ഫാൻസാണ്? പറഞ്ഞു. മെസ്സിയുടെ ഫാനാണ്. ഫുട്ബോളിലാണ്. ഓരോ മേഖലയിലും ഓരോ താരങ്ങളുണ്ട് നിങ്ങൾക്ക് അല്ലേ? അവരുടെയൊക്കെ ഫാൻസാണ്. മെസ്സിയെ പോലെയാണോ ഈശോ? മെസ്സിയെ പോലെയാണ് ഈശോ. എന്താണ് വ്യത്യാസം? മെസ്സി വ്യത്യാസം അറിയാൻ പാടില്ല അല്ലേ? മെസ്സിയെ പോലെ അല്ല എന്നെങ്കിലും ഉറപ്പുണ്ട്. അത് നല്ല കാര്യമാണ്. ഈശോനെ മെസ്സിയുടെ ലെവലിലേക്ക് താഴ്ത്താഞ്ഞ എന്തായാലും നന്നായി. മെസ്സിയേക്കാൾ വലിയ ആളാണ് എന്തായാലും ഈശോ എന്ന് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ ഈശോയുടെ ഫോളോവേഴ്സാണ് നമ്മൾ, ഫാൻസ് അല്ല. ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടമാണ് അല്ലേ? ഒരാൾക്കൂട്ടമാണ്. ഇപ്പോൾ കളി കാണാൻ പോയിരിക്കുമ്പോൾ, സ്റ്റേഡിയത്തിലിരിക്കുമ്പോൾ എല്ലാവരും മെസ്സിക്ക് വേണ്ടി കരഘോഷം മുഴക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നവൻ കൈയടിക്കുമ്പോൾ നമ്മളും കൈയടിക്കും. അത്രയൊക്കെ ഉള്ളൂ. ഈ മെസ്സി കടന്നു പോകും. ഈ മെസ്സി കുറച്ചാൾ ജീവിതകാലം മുഴുവൻ മെസ്സിക്ക് ഫുട്ബോൾ കളിച്ചടക്കാൻ പറ്റുമോ? കുറച്ചാൾ കഴിയുമ്പോൾ മെസ്സിയുടെ കാലം കഴിയും, വേറെ കളിക്കാർ വരും. അപ്പം നമ്മൾ മെസ്സിയെ ഉപേക്ഷിക്കും. മെസ്സിയെ പിന്നെ ഒരു മനുഷ്യൻ ഓർക്കില്ല. പണ്ടത്തെ വലിയ കളിക്കാരനായിരുന്നു മറഡോണ. എത്ര പേർക്ക് മറഡോണയെ പറ്റി അറിയാം? മറഡോണയെ പറ്റി അറിയാവുന്ന കൈവയ്ക്ക് വളരെ ചുരുക്കം പേർക്ക് അറിയാൻ പാടുള്ളൂ. ഈ മെസ്സിയെ പോലെ വലിയ കളിക്കാരനായിരുന്നു. അർജന്റീനയുടെ ലോകകപ്പ് നേടിക്കൊടുത്ത ഒരു വിഖ്യാതനായ കളിക്കാരനായിരുന്നു. ഇപ്പം ആരും ഓർക്കുന്നു? ഒരു മനുഷ്യനും ഓർക്കുന്നില്ല. കടന്നുപോകും, മെസ്സിയും കടന്നു പോകും. റൊണാൾഡോ, മെസ്സി എന്ന് പറഞ്ഞപ്പോൾ ചിലക്കൊക്കെ ദേഷ്യം തന്നെയുണ്ട്. അച്ഛൻ എന്താണ് മെസ്സിയെ പറ്റി പറയുന്നത്? റൊണാൾഡോനെ പറ്റി പറയാത്തത് എന്താണ്? റൊണാൾഡോയും കടന്നു പോകും, സിനിമാ താരങ്ങളും കടന്നു പോകും. കടന്നു പോകാത്തവൻ ഒരുവൻ മാത്രമാണ്, ഈശോ. ഈ ഫാൻസ് എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ്. ജനക്കൂട്ടത്തിനൊപ്പം നമ്മളും കൂടും. സിനിമാ തിയേറ്ററിലും ഗാലറികളിലും സ്റ്റേഡിയത്തിലുമൊക്കെ ആർത്തു വിളിക്കാനായിട്ട് മറ്റുള്ളവരുടെ കൂടെ കൂടുന്ന പരിപാടിയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഈ ജനക്കൂട്ടം, ആർത്തിരമ്പുന്ന ജനക്കൂട്ടം, ഈശോയെ തൊടാനായിട്ട് അവരൊക്കെ ഫാൻസാണ്. ഈശോ പോയി വേറെ ആൾ വന്നാൽ അവരുടെ പിന്നാലെ കൂടും. ആരത്ഭുതം കാണിക്കുന്ന അവരുടെ പിന്നാലെ കൂടുന്ന മനുഷ്യരാണ്. നേരെ മറിച്ച് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈശോയുടെ ഫോളോവേഴ്സ് ആരാണ്? ഈശോയുടെ ഫോളോവേഴ്സ്. ജനക്കൂട്ടം ഫാൻസ് ആണെങ്കിൽ ഫോളോവേഴ്സ് ആരാണ്? ഇന്ന് എന്നോട് സിജോ സാറ് ചോദിച്ചാണ് രജിസ്റ്റർ വേണമെന്ന്. ഞാൻ വേണ്ടാന്നും പറഞ്ഞു പോയി. ഇത്രയും ചോദ്യങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആരാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈശോയുടെ ഫോളോവേഴ്സ്? ആര്? ശിഷ്യന്മാര്. 12 ശിഷ്യന്മാര്. അവരെന്തുകൊണ്ടാണ് ഫോളോവേഴ്സായിട്ട് മാറിയത്? എന്തുകൊണ്ടാണ്? അവര് ഈശോയുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഇന്ന് തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി വിളിച്ചവരാണവർ. ഈശോയുടെ അവരിടയ്ക്കൊക്കെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ ഓടിപ്പോയാലും അവർ തിരിച്ചു വരും. പത്രോസ് തള്ളിപ്പറയുന്നുണ്ട്. തള്ളിപ്പറഞ്ഞിട്ടും അവൻ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, അവൻ്റെ നാഥന് വേണ്ടി രക്തസാക്ഷി, സ്വന്തം ജീവൻ പോലും നൽകാൻ തയ്യാറാകുന്ന കൂടെ നടക്കലാണ് ഒരു ഫോളോവറുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ഈ ഒരു പട്ടി
ഒരു മുയലിനെ കണ്ടിട്ട് അതിനെ പിടിക്കാനായിട്ട് പിന്നാലെ ഓടി. മുയലിൻ്റെ പിന്നാലെ പട്ടി ഓടുന്നു. കുറെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് കുറേ പട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. അവര് ഈ പട്ടി ഓടുന്നത് കണ്ടിട്ട്, അവരുടെ ഒരു കൂട്ടുകാരനാണല്ലോ, അവൻ്റെ പിന്നാലെ അവരും ഓടി. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഈ പട്ടിയുടെ, ആദ്യം ഓടിക്കൊണ്ടിരുന്ന പട്ടിയുടെ ഓട്ടം കണ്ട് ഓട്ടം ആരംഭിച്ച പട്ടികളൊക്കെ കിതച്ച് അവിടെ തന്നെ നിന്നു. ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച്. പക്ഷേ ഒരു പട്ടി മാത്രം, ആദ്യം ഓടിയ പട്ടി മാത്രം കിതയ്ക്കാതെ ക്ഷീണിക്കാതെ ഓട്ടം തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ വ്യത്യാസം എന്താണ്? എന്തുകൊണ്ടാണ്? ആദ്യം ഓടിയ പട്ടി അവൻ്റെ ഓട്ടം ക്ഷീണിക്കാതെ കിതയ്ക്കാതെ തുടരുകയും ആ പട്ടിയെ കണ്ട് ഓടിയ ആളുകൾ അല്ലെങ്കിൽ പട്ടികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് അവർ ഓട്ടം നിർത്തിയതിനും കാരണം എന്താണ്? എന്താണ് എന്താണ് ഏത് എന്തായിരുന്നു ലക്ഷ്യം? ആദ്യം ഓടിയ പട്ടി മാത്രമാണ് ആരെ കണ്ടത്? മുയലിനെ കണ്ടത്. അവൻ്റെ മുമ്പിൽ മുയൽ, അവൻ്റെ കാഴ്ച മുയലാണ്. മറ്റു പട്ടികൾ എന്തിനാണ് ഓടുന്നതെന്ന് അറിയാൻ പാടില്ലാതെ ഓടിയ പട്ടികളാണ്. അവർ മുയലിനെ കണ്ടിട്ടില്ല, മുമ്പേ ഓടിയ പട്ടിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ലക്ഷ്യം ഇല്ല, അവർ കാണേണ്ടത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കാറ്റഗിസം പഠിക്കുന്നത്, നമ്മുടെ വിശ്വാസം പള്ളിയിൽ വരുന്നത്, നമ്മൾ വേറെ ഏതോ ആളുകൾ ഓടുന്നതിൻ്റെ പിന്നാലെ അവരോടുന്നത് കണ്ടോടുന്ന ആളുകളായിട്ട് മാറുമ്പോഴാണ് നമ്മൾ വെറും ഈ ക്രൗഡായിട്ട്, ഫാൻസായിട്ട് നമ്മൾ തരം താഴുന്നത്. നിങ്ങൾ പള്ളിയിൽ പറഞ്ഞതിന് കാരണം എന്താണ്? ഇന്ന് പള്ളിയിൽ വരാൻ കാരണം എന്താണ്? ഇന്നാ രജിസ്റ്റർ വേണ്ടതായിരുന്നു. പള്ളിയിൽ വരാൻ കാരണം എന്താണ്? വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞിട്ട് വന്നാണോ? അല്ലേ? അതല്ലേ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വന്നില്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല കാറ്റഗിസത്തിന്. അതുകൊണ്ടല്ലേ വന്നേ? ആണോ? പിന്നെ എന്തുകൊണ്ടാ വന്നേ? പറ. ഇന്ന് പള്ളിയിൽ വരാൻ കാരണം എന്താണ്? ഇന്ന് ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കണത്. ഈശോയോട് പ്രാർത്ഥിക്കാൻ, ഈശോയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അല്ലേ? ഈശോയോടുള്ള സ്നേഹം കൊണ്ട് വന്നാണോ? ആണോ? ധൈര്യമായിട്ട് പറഞ്ഞോ, അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ് നീ പറഞ്ഞത്. ഇനി പേടിക്കണം എന്തിനാണ്? ഈശോയെ കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും അതിനുവേണ്ടി വന്നതാണോ? ആണെങ്കിൽ ഉറക്കെ പറഞ്ഞേ. ആണെന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞേ. എല്ലാവരും ഈശോയെ കാണാൻ വേണ്ടി വന്നതാണോ? പലർക്കും ഒരു ഉറപ്പില്ല. പലരും അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ കൂടെ ഇറങ്ങിയ ആളുകളാണ്. അല്ലെങ്കിൽ ഇന്ന് അറ്റൻഡൻസ് കിട്ടണം, ഇന്ന് വന്നില്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല. അല്ലെങ്കിൽ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും. ഇതൊക്കെ വിചാരിച്ച് നമ്മൾ പള്ളിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഓടുന്ന പട്ടിയുടെ പിന്നാലെ, മുയലിനെ കാണാതെ പട്ടിയുടെ പിന്നാലെ ഓടുന്ന അവസ്ഥയായിരിക്കും നമുക്ക്. കുറേ കഴിയുമ്പോൾ നമ്മൾ ഇത് ഉപേക്ഷിക്കും. നമ്മൾ പലരും പറയാറില്ലേ, ഈ കാറ്റഗിസം 12ാം ക്ലാസ് വരെ പഠിച്ചു, 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കും അല്ലേ? 12ാം ക്ലാസ് കഴിയുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പില്ലേ? അടുത്ത ആഴ്ച പരീക്ഷയോടുകൂടി തീരില്ലേ? 12ാം ക്ലാസ് കഴിയുമ്പോൾ ഉപേക്ഷിക്കുമോ? പഠിച്ചത് ഉപേക്ഷിക്കുമോ? 12ാം ക്ലാസ് വരെ എവിടെയാണ് ഇരിക്കുന്നത്? 12ാം ക്ലാസ് കഴിയുമ്പോൾ എന്താ പരിപാടി? ഈ പഠിച്ചതൊക്കെ ഉപേക്ഷിക്കുമോ? ഇതൊക്കെ പിന്നെ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കും എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ 12 വർഷവും ഓടിയത് ഈശോയെ കണ്ടല്ല. നമ്മൾ ഓടിയത് വേറെ ആരൊക്കെയോ ഓടിയത് കൊണ്ട് അവരുടെ പിന്നാലെ ഓടി എന്നുള്ളതാണ്. കിതച്ചു നിർത്തും. നമ്മൾ ഓർക്കണം, നമ്മൾ ഈശോയെ കണ്ടോടാൻ പഠിക്കണം. കാറ്റഗിസം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നാരാ പറഞ്ഞത് എൻ്റെ അടുത്ത്? കാറ്റഗിസം എന്ന് പറയുന്നത് ഈശോയെ പറ്റി പഠിക്കാനാണ്. കാറ്റഗിസം എന്ന് പറയുന്നത് ഈശോയെ മാത്രം കണ്ട് ഓടാനായിട്ടുള്ള ഓട്ടമാണ് കാറ്റഗിസം. കാറ്റഗിസം എന്താണ്? ഈശോയെ മാത്രം നോക്കി ഓടാനായിട്ടുള്ള ഓട്ടം. മറ്റുള്ളവർ ഓടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്നവർ, അതുകൊണ്ടാണ് ചില പിള്ളേരുണ്ട് ഇവിടെ, അവർ ചിലപ്പോൾ സ്ഥലം മാറി നമ്മുടെ ഇടവകയിൽ വന്നാലും അവർ കാറ്റഗിസം പഠിക്കാനായിട്ട് അങ്ങോട്ട് പോകും. അവർ പഠിച്ചുകൊണ്ടിരുന്ന ഇടവകയിൽ തന്നെ കാറ്റഗിസം പഠിക്കണമെന്ന് വാശി പിടിക്കും. എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണം എന്താണ്? അവരുടെ കൂട്ടുകാർ മുഴുവൻ ആ പള്ളിയിലാണ്. അപ്പോൾ അവർ ഓടുന്നത് ആരെ കണ്ടിട്ടാ? കൂട്ടുകാരെ കണ്ട് ഓടുന്ന കുട്ടികളാണ്. അവർ കിതയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ അവർ നിർത്തും.
എവിടെ പോയാലും ഈശോ സന്നിഹിതനായിരുന്നു. ഈശോയെ കണ്ട് ഓടാനായിട്ട് സാധിക്കുമ്പോൾ ഒരിക്കലും ക്ഷീണിക്കാതെ, ഒരിക്കലും കിതയ്ക്കാതെ, ജീവിതം മുഴുവൻ ആവേശത്തോടെ ഓടാനായിട്ട് നമുക്ക് സാധിക്കും. ക്ഷീണിച്ച് വീഴാതെ, തളർന്ന് വീഴാതെ. അതിനാണ് കാറ്റഗിസം പഠിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള മക്കളെ, നമുക്ക് ഈശോയുടെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഫാൻസ് അല്ല, നമ്മൾ ആരാണ്? ഉറക്കെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ഈശോയുടെ ഫോളോവേഴ്സാണ് നമ്മൾ. ഫോളോവേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അവര് എപ്പോഴും ഈശോയോടൊപ്പം ആയിരിക്കും. വേദനയിലും സന്തോഷത്തിലും സങ്കടത്തിലും ആകുലതകളിലും ഈശോയോടൊപ്പം. ഈശോയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? ഈശോയ്ക്ക് വേണ്ടി ഫോളോവേഴ്സ് എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? ജീവൻ പോലും നൽകാനായിട്ട് തയ്യാറാവും. ഏത് ത്യാഗവും ഈശോയ്ക്ക് വേണ്ടി എടുക്കും. പറഞ്ഞു മനസ്സിലായോ? അങ്ങനത്തെ ഫോളോവേഴ്സായിട്ട് നമുക്ക് മാറാം. ഈശോയെ മാത്രം നോക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓടിത്തുടങ്ങാം. അങ്ങനെ ഓടാൻ ആരംഭിച്ചാൽ ഒരിക്കലും ക്ഷീണിക്കാതെ ജീവിതം മുഴുവൻ ഈശോയോടൊപ്പം ഓടാനായിട്ട്, സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.